വയനാട്ടിലെ വനമേഖലയിൽ സജീവമായിരുന്ന മാവോയിസ്റ്റ് സംഘത്തിൽ ഭിന്നതയുണ്ടായെന്ന് സൂചന. വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലുള്ള ഇതര സംസ്ഥാന മാവോവാദികൾ കേരളം വിട്ടുവെന്നും വയനാടൻ കാടുകളിലെ കബനി ദളത്തിൽ ഇനിയുള്ളത് 4 പേർ മാത്രമാണ് എന്നുമാണ് പുറത്തുവരുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തലപ്പുഴയിലെ കമ്പമലയിലെത്തിയ CP മൊയ്തീൻ, മനോജ് എന്ന ആഷിഖ്, സോമൻ, തമിഴ്നാട്ടുകാരനായ സന്തോഷ് എന്നിവരാണ് വയനാടൻ കാടുകളിലെ മാവോയിസ്റ്റ് സംഘത്തിൽ ഇനി അവശേഷിക്കുന്ന അംഗങ്ങളെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരം. 4 മാവോയിസ്റ്റുകൾക്കായി 100-ലധികം വരുന്ന സൈന്യത്തെ കാട്ടിൽ വിന്യസിക്കുന്നത് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. 4 മാവോയിസ്റ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളത് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടുള്ള ഔദ്യോഗിക കണക്കാണ്. ഇവരെ വേട്ടയാടി കൊല്ലുക എന്നുള്ള ലക്ഷ്യം മാറ്റിവെച്ചുകൊണ്ട് ഇവരെ സമൂഹത്തിന് മുഖ്യധാരയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം അതുകൂടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം. അതാണ് ചെയ്യേണ്ടത്. മാവോവാദികൾക്ക് തിരുത്താൻ അവസരം നൽകാതെ കൊന്നെടുക്കുന്ന സമീപനത്തിനെതിരെയും വിയോജിപ്പുകളുണ്ട്. മാവോയിസ്റ്റുകളെ കൊല്ലുക എന്ന രീതിയിലേക്ക് ഏതെങ്കിലും അധികാര കേന്ദ്രം എത്തിച്ചേരുന്നത് ആ അധികാര കേന്ദ്രത്തിന്റെ ദുർബലതയാണ് സൂചിപ്പിക്കുന്നത്. മാവോയിസ്റ്റുകളെ കീഴ്പ്പെടുത്തിയതിനു ശേഷം മാവോയിസ്റ്റുകളെ ജയിലിൽ കൊണ്ടുപോയി അവരെ മാനസാന്തരപ്പെടുത്തി വീണ്ടും സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും. അതിനു പകരം ഒറ്റയടിക്ക് കൊന്നൊടുക്കുക എന്ന കിരാതമായ ഒരു നയമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. ആന്ധ്ര സ്വദേശിയായ വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലുള്ള 10-ലധികം വരുന്ന മാവോവാദികൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരളം വിട്ട് ദക്ഷിണ കർണാടക ഉടുപ്പിയിലെ വനമേഖലയിൽ എത്തിയതായും സൂചനയുണ്ട്. ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ, ജക്കൂർ, ബൈന്ദൂർ എന്നീ വനമേഖലകളിൽ വിക്രം ഗൌഡയെയും സംഘത്തെയും കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. വയനാട്ടുകാരി ജിഷയും വിക്രം ഗൌഡയ്ക്കൊപ്പം ചേർന്നതായാണ് സൂചന. വനമേഖലയിൽ ഇനി അവശേഷിക്കുന്ന 4 പേരെ തണ്ടർബോൾട്ട് വേട്ടക്കിരയാക്കാതെ ഭരണകൂടം ഇടപെട്ട് ചർച്ച നടത്താൻ സന്നദ്ധരാവണമെന്ന അഭിപ്രായവും ശക്തമാണ്. റിപ്പോർട്ടർ, വയനാട്.